നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ? അവിടുന്ന് ഒന്നിനെയും പടച്ചിട്ടില്ലല്ലോ. നബിതങ്ങളെ കുറിച്ച് ഖാലിഖെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നബിതങ്ങളെ കുറിച്ച് അള്ളാന്റെ ഏതെങ്കിലും ഗുണവിശേഷണങ്ങളെ, റബ്ബിന് മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ഗൗരവത്തോടെ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു കല്യാണത്തിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള കൊച്ചു പെൺകുട്ടികൾ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. നബിതങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പരിധി വിട്ട് പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ അള്ളാഹ് വിളിക്കലാണോ? നബിതങ്ങളെ ഖാലിഖെന്ന് പറയലാണോ? നബിതങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും ആ രൂപത്തിൽ പറയലാണോ? അത് മാത്രമാണോ? ഒരിക്കലുമല്ല. ഈ ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഉദാഹരണം ഇതിന്റെ അടിസ്ഥാന വിഷയമായി നിങ്ങൾ പഠിച്ചു വെക്കണം. മദ്ഹിന്റെ പരിധി എത്രയാണ്, അതുപോലെ തന്നെ പ്രശംസിക്കാനുള്ള അതിരെത്രയാണ്. ആ അതിർത്തി ലംഘിച്ചതാണ് ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണമായത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ആ കുട്ടികൾ വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അറിയാവുന്ന, മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോ ആ പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മക്കളെ ഇത് നിങ്ങൾ പാടാൻ പാടില്ലോ. ഗൗരവത്തിൽ ചിന്തിക്ക്. ഇത് നിഷേധിക്കാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? ഇതില്ല എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? ഗൗരവത്തോടെ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. എന്തേ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആ കുട്ടികൾ പറഞ്ഞുള്ളൂ? അള്ളാന്റെ മോനാണ് ഈ കടന്നു വരുന്നത് എന്ന് പറഞ്ഞോ? അള്ളയാണ് ഈ കടന്നു വരുന്നത് എന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നബി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുത്ത് മുസ്തഫ കുട്ടികളെ വിളിച്ചിട്ട് അത് പാടരുതെന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കുകയാണ്. കാരണം നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു അല്ലാതെ ഇല്ല. അത് നബിയെ കുറിച്ച് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലായി? അത് അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തത് മാത്രമാണ് ആ പറഞ്ഞു തന്നത്. വഹയി കിട്ടാത്ത വിഷയത്തിൽ മുത്ത് മുസ്തഫാക്കും മറഞ്ഞ കാര്യം അറിയാൻ സാധിച്ചിട്ടില്ല. ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, എൻ്റെ സഹോദരിമാര് സഹോദരന്മാര് ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂലിനെ ഏതാ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു കൊണ്ടുപോയി. നബി തങ്ങളുടെ കൂടെ സഹാബിമാര് വേറെയുമുണ്ട്. ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കിയിരിക്കുകയാണ്. നബി തങ്ങൾ അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അതാ ഭക്ഷണത്തളിക കൊണ്ടുവരുന്നു. അതിലതാ ചുട്ട മാംസം അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ചുട്ട മാംസമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മീൻ ചൊല്ലിയിട്ടതാ ആ ചുട്ട മാംസം കഴിക്കാൻ വേണ്ടി അതിലേക്ക് കയ്യങ്ങ് നീട്ടുന്നു. ആ നീട്ടുന്ന വേളയിലതാ അകത്ത് നിന്ന് സഹാബ പെണ്ണുങ്ങൾ വിളിച്ചു പറയാണ്, അഖ്ബിറൂ റസൂലല്ലാഹ്, ഓ സഹാബിമാരെ, അള്ളാന്റെ റസൂലിനോട് വിവരം കൊടുക്കൂ, പെട്ടെന്ന് നബിയോട് പറഞ്ഞു കൊടുക്കൂ. അത് ലഹ്മു ലബ്ബിൻ, അത് ഉടുമ്പിന്റെ മാംസം ചുട്ടതാണ്. എന്തേ കാരണം? ഉടുമ്പ് മാംസം ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല. പക്ഷേ ചിലർക്കൊക്കെ ചില ഭക്ഷണം ഇഷ്ടമാവില്ല, ചിലർക്ക് ചില ഭക്ഷണത്തോട് താല്പര്യമുണ്ടാവില്ല. അള്ളാന്റെ റസൂലും അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് ആട് കഴിക്കും, അതേപോലെ തന്നെ മറ്റു മാംസങ്ങളൊക്കെ കഴിക്കും. പക്ഷേ ഉടുമ്പ് മാംസം അവിടുന്ന് കഴിക്കാറില്ലായിരുന്നു. അതവിടുന്ന് ഇഷ്ടപ്പെടാറില്ല. അതറിയാതെയാണ് ഈ ചുട്ട മാംസത്തിലേക്ക് കൈനീട്ടുമ്പോ സഹാബ പെണ്ണുങ്ങളത് തയ്യാറാക്കിയ ഉമ്മമാരാ പറയുന്നത്, പറഞ്ഞു കൊടുക്കൂ നബിയോട്, അത് ഉടുമ്പിന്റെ മാംസമാണ്.
സഹാബിമാര് പറഞ്ഞു, നബിയേ അത് ലബ്ബുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് ഉടുമ്പിന്റെ മാംസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിറകോട്ട് വലിച്ചു. ഞാൻ എന്തിനാ ഈ സംഭവം പറയുന്നത്? ചിന്തിക്ക്, ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്തവരെ ചിന്തിക്ക്. മുത്തു മുസ്തഫാക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തപ്പോ മുമ്പിലിരിക്കുന്ന ആ ഇറച്ചി, ആ മാംസം അത് തനിക്കിഷ്ടമില്ലാത്ത ഉടുമ്പിനെ ചുട്ട മാംസമാണെന്ന് എന്തുകൊണ്ട് ലോകം കണ്ട നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേക്ക് മനസ്സിലായില്ലല്ലോ? അതോ മുസ്ലിയാക്കന്മാര് പറയും പോലെ നബി തങ്ങൾ അറിഞ്ഞിട്ടൊരു നാടകം കളിച്ചതായിരുന്നുവോ? എങ്കിൽ ഇവരെ പോലെയാവില്ലേ അള്ളാന്റെ റസൂല്? അള്ളാന്റെ റസൂൽ അങ്ങനെ നാട്യക്കാരനല്ല, അഭിനയിക്കുന്നയാളല്ല. അവിടുത്തേക്കത് മനസ്സിലായില്ല, നബിക്കത് മനസ്സിലായിട്ടില്ലാന്ന് ഉമ്മമാർക്കും മനസ്സിലായി, സഹാബ പെണ്ണുങ്ങള്. കാരണം അവർക്കറിയാം അള്ളാന്റെ റസൂലിന് അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അതിലേക്ക് കൈ നീട്ടുന്നത്. ഉടനെ അവര് കൂട്ടുകാരോട് വിളിച്ചു പറയുന്നു, കൂട്ടുകാരെ മുത്തു റസൂലിനോട് പറയൂ അത് ഉടുമ്പിന്റെ മാംസമാണ്. അപ്പൊ സഹാബത്ത് അകത്തേക്ക് വിളിച്ചു പറഞ്ഞോ, എന്താ പെണ്ണുങ്ങളെ നിങ്ങൾ എന്നോട് വിളിച്ചു പറയാൻ പറയുന്നത്? അള്ളാന്റെ റസൂലല്ലേ ആയിരിക്കുന്നത്, നബി തങ്ങൾക്ക് അതിപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ എന്ന് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇന്ന് പാടും പോലെ സഹാബത്ത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പോലും വിശ്വസിച്ചിട്ടില്ല. അതാ സ്വഹാബത്ത്. സ്വഹാബ ആണുങ്ങളും വിശ്വസിച്ചിട്ടില്ല, സ്വഹാബ പെണ്ണുങ്ങളും വിശ്വസിച്ചിട്ടില്ല. വഹയി കിട്ടിയ നബി തങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ആ വിഷയത്തിൽ വഹയി കിട്ടിയില്ല, അതുകൊണ്ട് അറിഞ്ഞതുമില്ല. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള നബിയെ കുറിച്ചാണ് ഈ കുട്ടികൾ എല്ലാം അറിഞ്ഞ കാര്യം അറിയാവുന്ന നബി ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞപ്പോ മുത്തു മുസ്തഫ എന്ത് പറയുന്നത്? പാടരുത് മക്കളെ, എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ നോക്കൂ, മദ്ഹ് പറയുന്നതിന് പരിധിയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ പരിധി വിട്ട് പുകഴ്ത്താൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് അവിടെ തൗഹീദ് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയവരാണോ ഇന്നുള്ള ആളുകൾ?